ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു വസല്ലം വബാരിക അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ഇന്ന് നാം വായിക്കാൻ പോകുന്നത് ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹയുടെ മദാരിജുസ് സാലിഖീൻ എന്ന ഗ്രന്ഥത്തിലെ 187-88 പേജുകളിൽ അദ്ദേഹം ഗുറബാക്കളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ആരാണ് ഗുറബാക്കൾ? നാം എല്ലാം കേട്ടിട്ടുണ്ട്. ദീനിൽ ഗുറബാക്കളുണ്ട്, അപരിചിതർ, മലയാളീകരിച്ചാൽ അപരിചിതർ. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ധാരാളം ഹദീസുകളുണ്ട് ഈ വിഷയത്തിൽ. ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹം പല ഹദീസുകളും ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം ഈ വിഷയം പറയുന്നത് ഫസുൽ ഗുറബാക്കളുടെ ഹക്കീക്കത്തുൽ ഗുറബ, എന്താണ് ഗുറബാക്കൾ, ആരാണ് ഗുറബാക്കൾ, അവരുടെ വിശേഷണങ്ങൾ എന്താണ് എന്നെല്ലാം അദ്ദേഹം അതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത്, അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല തൂബ ലിൽ ഗുറബ, ഗുറബാക്കൾക്ക് തൂബ. ഖാലു യാ റസൂലല്ലാഹ് വമനിൽ ഗുറബ, റസൂലെ ആരാണ് ആ ഗുറബാക്കൾ എന്ന് സ്വഹാബികൾ ചോദിച്ചു. ഖാല അല്ലദീന യസീദൂന ഇദാ നഖസ അന്നാസ്, ജനങ്ങൾ കുറവിലായിരിക്കുമ്പോൾ കൂടുന്നവർ എന്നാണ് ഇതിൻ്റെ അർത്ഥം. ജനങ്ങൾ ഖൈറിലും ഈമാനിലും എല്ലാം കുറവാകുമ്പോൾ ഗുറബാക്കൾ ഖൈറിലും ഈമാനിലും തഖ്വയിലും എല്ലാം കൂടിക്കൊണ്ടിരിക്കും, അവർക്ക് വർധന കിട്ടിക്കൊണ്ടിരിക്കും, അവരാണ് ഗുറബാക്കൾ. അല്ലാതെ ഗുറബാക്കൾ കൂടുതലുണ്ടാവും എന്നല്ല അതിൻ്റെ അർത്ഥം. ഫൈൻ കാന ഹാദൽ ഹദീസ് ബിഹാദൽ ലഫ്ദി മഹ്ഫൂദൻ ലം യൻഖലിബ് അലാ റാവി ലഫ്ദുഹു വഹുവ അല്ലദീന യൻകുസൂന ഇദാ നാസ് ഫമഅന അല്ലദീന യസീദൂന ഖൈറൻ വ ഈമാനൻ വ തുകൻ ഇദാ നഖസ അന്നാസു മിൻ സാലിക് വല്ലാഹു അഅലം. അപ്പോൾ അതിൽ ഷെയ്ഖ് ഇമാം ഇബ്നു ഖയ്യിം പറയുന്നുണ്ട്, ഈ ഇതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആരാണ് ഗുറബാക്കൾ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഖൈറിലും ഈമാനിലും തഖ്വയിലെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ആ വിഷയത്തിൽ ലാക്ക് ചെയ്യുമ്പോൾ, അവർക്കിതൊന്നും ഇല്ലാതിരിക്കുന്ന സന്ദർഭത്തിൽ ഗുറബാക്കൾക്ക് ഇത് സ്വയം കൂടിക്കൊണ്ടിരിക്കും. അവർ ഈ വിഷയത്തിൽ കൂടുതലുള്ളവരായിരിക്കും, ഈമാനും തഖ്വയും ഖൈറൊക്കെ കൂടുതലുള്ളവരായിരിക്കും എന്ന്, അവരാണ് ഗുറബാക്കൾ. അങ്ങനെ അതിന് ശേഷം അദ്ദേഹം ധാരാളം ഹദീസുകളെ ഈ വിഷയത്തിൽ പ്രതിപാദിക്കുക. വഫി ഹദീസ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ذات يوم ونحن عند طوبى للغرباء وقيل ومن الغرباء يا رسول الله قال الناس صالحون قليل في الناس كثير من يعصيهم أكثر ممن يعطيهم. الناس صالحون قليل في الناس كثير, ജനങ്ങൾ കൂടുതലായിരിക്കും, പക്ഷെ അതിൽ സ്വാലിഹീങ്ങൾ കുറവായിരിക്കും. മൻ യഅസിഹിം അക്സറു മിമ്മൻ യുഅതീഹിം, അവരെ അനുസരിക്കുന്നവരെക്കാളും, ഈ സ്വാലിഹീങ്ങളെ അനുസരിക്കുന്നവരെക്കാളും അവരെ അനുസരിക്കാത്തവരായിരിക്കും കൂടുതൽ. നമ്മുടെ ഇന്നത്തെ കാലമൊക്കെ ആ വിഷയത്തിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഈ വിഷയത്തിൽ അദ്ദേഹം ധാരാളം ഹദീസുകൾ ഹദീസുകൾ ഇതിൽ പ്രതിപാദിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ബദൽ ഇസ്ലാം ഗരീബൻ ഫസയഊദു ഗരീബൻ കമാ ബദ, ഇസ്ലാം ഒരു ഗരീബായിട്ടാണ്, അപരിചിതമായ ഒരു കാര്യമായിട്ടാണ് ഇസ്ലാമിൽ തുടക്കമിട്ടത്. അതുപോലെ സയഊദു ഗരീബൻ കമാ ബദ, അത് തുടങ്ങിയ പോലെ അതൊരു അപരിചിത കാര്യമായി പിന്നെ തിരിച്ചു വരും. നമ്മുടെ ഇന്നത്തെ കാലത്ത് ആ രീതിയിലോട്ട് പോയി എന്ന് പറയാം. തൂബലിൽ ഗുറബാക്കൾക്ക് തൂബലിൽ ഗുറബാക്കൾക്ക് തൂബയുണ്ട് എന്ന് പറയുമ്പോൾ തൂബക്ക് രണ്ടർത്ഥം പണ്ഡിതന്മാർ പറഞ്ഞായിട്ട് കാണും. ഒന്നത് സ്വർഗത്തിലുള്ളൊരു മരം എന്ന രീതിയിൽ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതല്ലെങ്കിൽ അത് തൂബലിൽ ഗുറബ എന്ന് പറഞ്ഞാൽ, തൂബ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന ആ ഒരു സന്തോഷ വാർത്ത എന്ന രീതിയിലും അതിനെക്കുറിച്ച് പറഞ്ഞായിട്ട് കാണാം. എന്തായാലും അലാ കുല്ലി ഹാൽ അല്ലദീന യുഹ്യൂന വമനിൽ ഗുറബ യാ റസൂലല്ലാഹ് ഖാല അല്ലദീന യുഹ്യൂന സുന്നതി വയുഅല്ലിമൂന ഹന്നാസ, എൻ്റെ സുന്നത്തിനെ പുനരുജ്ജീവിപ്പിക്കുകയും അതിനെ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർ, അവരും ഗുറബാക്കളാണ് എന്ന രീതിയിൽ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വന്നത്. അപ്പോൾ ധാരാളം ഹദീസുകൾ ഈ വിഷയത്തിൽ വന്നിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നാം വായിക്കാൻ പോകുന്ന ഇതിൽ ഒരു പ്രത്യേകമായ ഒരു കാര്യം, നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കുറച്ച് അധികരിച്ചിരിക്കുന്നു ഈ വിഷയം, ഈ നമ്മൾ പറയാൻ പോകുന്ന വിഷയം.
ഇതിൽ ഖുറബാക്കളുടെ സിഫത്തുകൾ, ഖുറബാക്കളുടെ വിശേഷണങ്ങളെ കുറിച്ച് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എഴുതുന്നുണ്ട്. അപ്പോൾ ആ വിശേഷണങ്ങൾ ആരാണ് ഖുറബാക്കൾ, ഏത് രീതിയിലുള്ള അവരുടെ ചില വിശേഷണങ്ങൾ പറയണം. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെ വിശദീകരിച്ചുകൊണ്ട് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എഴുതിയിരിക്കുകയാണ്. വമൻ സിഫാത്തി ഹൗലായിൽ ഖുറബാ അല്ലദീന ഖതബഹും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഖുറബാക്കളുടെ ചില സവിശേഷണങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഖുറബാക്കളുടെ ചില സിഫത്തുകൾ അദ്ദേഹം പറയുകയാണ് ഇബ്നുൽ ഖയ്യിം. ഒന്ന്, തമസ്സുക് ബിസുന്ന ഇദാ റഗിബ അൻഹന്നാസ്. ജനങ്ങൾ സുന്നത്തിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നവരാകുമ്പോഴും ഇവർ ഈ ഖുറബാക്കൾ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. അതാണ് ഒന്നാമത്തെ കാര്യം. വതറകുമ അഹ്ദസൂഹു. ഖുറബാക്കൾ സുന്നത്തിനെ മുറുകെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. ജനങ്ങൾ അതിനെ ഇഷ്ടപ്പെടാതിരിക്കുന്നവരായിരിക്കുമ്പോഴും അതുപോലെ വതറകുമ അഹ്ദസു, സുന്നത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ട് ബിദ്അയായ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടോ അതിനെല്ലാം അവർ ഉപേക്ഷിക്കുകയും ചെയ്തിട്ടുണ്ടാവും. ഇവിടെ പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സുന്നത്ത് എന്ന് പറയുമ്പോൾ ഇതിനെ ഒരു മുസ്ലിമിൽ നിന്നും പ്രത്യക്ഷമായി അവൻ്റെ വേഷവിധാനങ്ങളിലോ ആചാരങ്ങളിലോ പ്രകടമാകേണ്ട ആ സുന്നത്ത് മാത്രം ആയിട്ട് കാണരുത്. തമസ്സുക് ബി സുന്നത്തി എന്ന് പറഞ്ഞാൽ എൻ്റെ സുന്നത്തിനെ, എൻ്റെ ചര്യയെ മുറുകെ പിടിക്കുക എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യ എന്ന് പറഞ്ഞാൽ അത് ആ മനഹജ് അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശ്വാസത്തിലും കർമ്മങ്ങളിലും ആചാരങ്ങളിലും എല്ലാം നമ്മൾ ആ സുന്നത്തിനെ പിൻപറ്റണം. ഇത് പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സലഫികളാണ് എന്ന് പറയുന്ന ആളുകളിൽ പോലും പല ബിദ്ഈ വാദങ്ങളും കയറിക്കൂടിയിട്ടുണ്ട്. ഇർജാവാദമുണ്ട്, ഖാരിജി വാദമുണ്ട്, ജഹ്മി വാദമുണ്ട്, മുഅ്തസിലി വാദമുണ്ട്. പല 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 വാദങ്ങളും, പല യുക്തിവാദ രീതിയിലുള്ള വാദങ്ങളൊക്കെ കാണാം. അപ്പം ഇതൊക്കെ ബിദ്ഈ വാദങ്ങളാണ്. അപ്പോൾ ഈ സുന്നത്തിനെ മുറുകെ പിടിക്കുക എന്ന് പറയുമ്പോൾ സാധാരണയായി നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ കാണുക, മുസ്ലിങ്ങളെ കാണാൻ സുന്നത്തിനെ മുറുകെ പിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ താടി നീട്ടി വളർത്തണം, ബിരിയാണിൻ്റെ മേലെ വസ്ത്രം ധരിക്കണം. തീർച്ചയായിട്ടും ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാജിബായിട്ടുള്ള സുന്നത്തുകൾ തന്നെയാണ്, ഒരു സംശയം വേണ്ട. എന്നാൽ ഇവിടെ തമസ്സുക് ബി സുന്നത്തി, അതായത് അവർ ഖുറബാക്കൾ റസൂലിന്റെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരാണ് എന്ന് പറയുമ്പോൾ ഈ വിഷയങ്ങൾ മാത്രമല്ല, ഒരു മുസ്ലിമിൽ നിന്നും പ്രത്യക്ഷമായി പ്രകടമായ അവന്റെ വേഷവിധാനങ്ങളിലോ അവന്റെ കർമ്മശാസ്ത്രപരമായ കാര്യങ്ങളിലോ പുറത്ത് കാണിക്കേണ്ട ആ സുന്നത്തിനെ മാത്രം അല്ല ഇവിടെ പ്രതിപാദിക്കുന്നത്. ഇവിടെ അഖീദയിലുള്ള സുന്നത്ത്, മൻഹജിയായ സുന്നത്ത്, ഇതെല്ലാം പെടും. അതായത് ഒരു ജഹ്മി വാദമോ അഖീദയിലോ മനഹജിലോ ഒരു ജഹ്മി വാദമോ ഒരു ഇർജാവാദമോ ഒരു ഖാരിജി വാദമോ ഒരു മനഹജോ ഉണ്ടാകാൻ പാടില്ല. ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് സലഫികൾ എന്ന് പറയുന്നവരുടെ ഇടയിൽ കയറിക്കൂടിയ ബിദ്ഈ വാദങ്ങളാണ് ഈ ഇർജാവാദം, ഖാരിജി വാദം, ജഹ്മി വാദം. ഇർജാവാദം ജഹ്മി വാദത്തിന്റെ ജഹ്മിയാക്കളുടെ വാദത്തിന്റെ ഒരു ഭാഗമാണ്. അപ്പൊ അതൊക്കെ സുന്നത്തിനെതിരാണ്. അപ്പൊ ഖുറബാക്കളിൽപ്പെട്ട ആളുകൾക്ക് ഈ വാദങ്ങളൊന്നും ഉണ്ടാവില്ല. ഇർജാവാദമോ ഖാരിജി വാദമോ ജഹ്മി വാദമോ ഇഅ്തിസാൽ വാദമോ മുഅ്തസിലാക്കളുടെ വാദം ഒന്നും ഉണ്ടാവില്ല. അവർ കറക്റ്റ് സുന്നത്തിലായിരിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ആ സുന്നത്തിനെ, ആ ചര്യയെ, ആ രീതിയെ, ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം, വിശ്വാസം എന്തായിരിക്കണം എന്ന ആ സുന്നത്തിന് അതുപോലെ കൊണ്ടു നടക്കുന്നവരായിരിക്കും ഈ ഖുറബാക്കൾ. അത് ഖലീലാണ്. അത്തരം ആളുകളെ വളരെ കുറച്ചേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ. എല്ലാ കാലത്തും അങ്ങനെ തന്നെ. അവരാണ് ഖുറബാക്കൾ. സലഫികൾ എന്ന് പറയുന്ന ആളുകൾ നിങ്ങളോട് ഇർജാവാദം പഠിപ്പിച്ചിരുന്നു. നാം പറയുന്ന വിഷയത്തിൽ നോക്കുകയാണെങ്കിൽ സലഫിയാണെന്ന് പറഞ്ഞ് സലഫി കണ്ടാൽ സലഫിയാവുന്ന ആ രീതിയിൽ നടക്കുന്നു. പക്ഷേ സംസാരിച്ചു കഴിഞ്ഞാൽ, ചിലരുടെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ പണ്ഡിതൻ, സലഫി പണ്ഡിതനാണ് പറയുന്ന ആൾ നാട്ടിൽ കേരളത്തിൽ വളരെ വലിയ സലഫി പണ്ഡിതനായി അറിയപ്പെടുന്ന ആളായിരിക്കും. അവരുടെ പ്രഭാഷണം കേട്ട് കഴിഞ്ഞാൽ ഖുർആൻ അറിയുന്ന, സുന്നത്തറിയുന്ന ഒരാൾക്ക് മനസ്സിലാവും ഇയാളുടെ വായിൽ നിന്ന് വരുന്നത് കടുത്ത ബിദ്ഈ വാദമാണ്, പലതും കുഫ്ർ വാദമാണ്, ശിർക്ക് വാദമാണ്. അത്തരം ആളുകളൊന്നും സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകളല്ല. അവരൊന്നും ഖുറബാക്കളിൽ പെടില്ല. ബിദ്ഈ വാദമായിട്ട് വരുന്നവർ ഒരിക്കലും ഇതിൽ പെടില്ല, ഖുറബാക്കളിൽ പെടില്ല. വൈൻകാന ഹുവൽ മഅറൂഫ് ഇൻദഹും വതജ്രീദു തൗഹീദും. ഇനി വൈൻകാന ഹുവൽ മഅറൂഫ് ഇൻദഹും, ഈ കെട്ടിച്ചമച്ച ബിദഅത്തുകളാണ് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടത് എങ്കിൽ പോലും ഖുറബാക്കൾ അതിനെ ഉപേക്ഷിക്കുന്നവരായിരിക്കും, അവർ സുന്നത്തിനെ മുറുകെ പിടിക്കുന്നവരായിരിക്കും. ഇപ്പോൾ
വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മുടെ നാട്ടിൽ ബഹുഭൂരിപക്ഷ സലഫികളെന്ന് പറയുന്നവരും പല ആളുകളും ഈ ബിദഈവാദം കൊണ്ടു നടക്കുന്നവരാണ്. ഈ ബിദഈവാദത്തെ സുന്നത്ത് വാദമായി മാറ്റിയവരാണ്. കുബൂരിയെ മുസ്ലിമായി, വ്യക്തിപരമായി മുസ്ലിമായി അംഗീകരിക്കണം എന്ന ബിദഅത്ത് വാദം, ആ വാദം തന്നെ ശിർക്കും കുഫ്റാണ്, വേറെ കാര്യം. ആ വാദത്തെ അഹ്ലു സുന്നയുടെ അതാണ് ശരിയായ വാദം എന്ന് മാറ്റിമറിച്ചവരാണ് ഈ പറയുന്ന ആളുകൾ. എന്നിട്ട് നമ്മളോട് പറയും അതാണ് ശരിയായ വാദം, നിങ്ങളതാണ് സുന്നത്ത്, നിങ്ങളത് സ്വീകരിക്കണം. സുന്നത്താണല്ലോ സ്വീകരിക്കാൻ പറയേണ്ട ആവശ്യം. നമ്മോട് പറയും അതാണ് സുന്നത്ത്, സ്വീകരിക്കണം. അങ്ങനെയല്ല, അത് നിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട കാര്യമാണ്, അത് സുന്നത്തല്ല, അത് ബിദഅത്താണ്. നമുക്ക് അവരോട് പറയാനുള്ളത്, നിങ്ങൾക്കിടയിൽ അറിയപ്പെട്ട, നിങ്ങൾ വാദിക്കുന്ന ഒരു കാര്യമാണ്, അത് സുന്നത്തല്ല, അത് ബിദഅത്താണ്, ഇത് ഇർജാവാദമാണ്, ജഹ്മീവാദമാണ്, ഇത് നിങ്ങളെ മതത്തിൽ നിന്ന് പുറത്താക്കുന്ന വാദമാണ്, പാടില്ല. നിങ്ങൾ സുന്നത്ത് മുറുകെ പിടിക്കുക. റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ ശിർക്ക് ചെയ്യുന്ന ഒരാളെ, ബഹുദൈവാരാധന ചെയ്യുന്ന ഒരാളെ വ്യക്തിപരമായി മുസ്ലിമായിട്ട് അംഗീകരിക്കുന്ന ഒരു വാദം ഇല്ല. ആ വാദമുള്ള ഒരാൾ അയാളെപ്പോലെ ശരിക്കും കാഫിറുമാണ്. അതാണ് സുന്നത്തുള്ള വാദം, സ്വഹാബാക്കളുടെ വാദം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന വാദം, ലോകത്ത് ഇന്നേ വരെ വന്നുപോയ എല്ലാ അമ്പിയാക്കളും കൊണ്ടുവന്ന വാദം അതാണ്. ഖുർആന്റെ വാദം അതാണ്. ലാ അബ്ദു മാ തഅബ്ദൂൻ, നിങ്ങൾ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നില്ല, കുഫാറുകളെ, കാഫിറുകളെ. അതാണ് അള്ളാഹുവിൻ്റെ വാദം, റസൂലിൻ്റെ വാദം. ബാക്കിയുള്ളതെല്ലാം ബിദഅത്ത് വാദമാണ്, കുഫ്രായ ഷിർക്കായ ഒരു ബിദഅത്ത് വാദമാണ്. അപ്പോൾ ഖുറബാക്കൾ ഇത്തരം വാദമുള്ള ആളുകളാവില്ല. അവർ സുന്നത്തിനെ മുറുകെ പിടിച്ച് ജനങ്ങൾക്കിടയിൽ അറിയപ്പെട്ടത് ബിദഅത്തുകളാണെങ്കിലും അവയെ ഉപേക്ഷിച്ച് യഥാർത്ഥ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ആളുകളായിരിക്കും. ജനങ്ങൾ അതിനെ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും. ജനങ്ങളിൽ കൂടുതൽ പേർക്ക് ഇത് ഇഷ്ടമല്ല സഹോദരങ്ങളെ. നിങ്ങൾ പറഞ്ഞു നോക്കൂ, നിങ്ങൾ യഥാർത്ഥ സുന്നത്തനുസരിച്ച് റസൂലിൻ്റെ മനഹജിൽ നിന്നുകൊണ്ട് ഇവരോട് പറഞ്ഞു നോക്കൂ, അള്ളാഹു അല്ലാതെ സൃഷ്ടിയെ ആരാധിക്കുന്നവനെ നിങ്ങൾ മുസ്ലിമായിട്ട് അംഗീകരിച്ചു കൊടുക്കരുത്, അതാണ് അള്ളാഹു ഇറക്കിത്തന്നത്, അതാണ് റസൂൽ പഠിപ്പിച്ചത്, അത് നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കത് ഇഷ്ടമല്ല. അതാണ് ഷെയ്ഖ് ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാ എഴുതിയ തമസ്സുക് ബിസുന്ന, ജനങ്ങൾ അതിനെ ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ പോലും സുന്നത്തിനെ ഇഷ്ടപ്പെടുക, ബിദഅത്തിനെ ഉപേക്ഷിക്കുക. തജ്രീദ് തൗഹീദ് അൻകറ സാലിക അക്സറുന്നാസ്, അവർ തൗഹീദിനെ പ്യൂരിഫൈ ചെയ്തവരാണ്, അതിനെ ശരിയായ രീതിയിൽ കൊണ്ടു നടക്കുന്നവരാണ്. അൻകറ സാലിക അക്സറുന്നാസ്, ജനങ്ങളിൽ കൂടുതൽ പേരും അതിനെ നിഷേധിച്ചവരും വെറുക്കുന്നവരാണെങ്കിൽ പോലും. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആപ്റ്റാണ്, സൂട്ടബിളാണ്. ഇവിടെ തൗഹീദിൻ്റെ അഹ്കാമുകൾ കൊണ്ടു നടക്കുന്നവർ കുറവാണ്, തൗഹീദിൻ്റെ ശുറൂത്തുകൾ അംഗീകരിച്ചവർ കുറവാണ്. പക്ഷേ ഖുറബാക്കൾ തൗഹീദിനെ പ്യൂരിഫൈ ചെയ്ത് തൗഹീദിനെ അതിൻ്റെ ഇഖ്ലാസോടുകൂടി കൊണ്ടു നടക്കുന്നവരായിരിക്കും. അതിൻ്റെ ശുറൂത്തുകൾ നോക്കി, അതിൻ്റെ അഹ്കാമുകൾ നോക്കി, അതൊക്കെ അതുപോലെ കൊണ്ടു നടക്കുന്ന വൈൻ അൻകർ അസാലിക് അക്സർ എന്നാസ്, ജനങ്ങളിൽ കൂടുതൽ പേരും അതിനെ നിഷേധിച്ചവരോ വെറുക്കുന്നവരാണെങ്കിൽ പോലും. അപ്പോൾ ഖുറബാക്കളുടെ രണ്ട് കാര്യം എന്ന് പറഞ്ഞെങ്കിൽ, ഒന്ന് അവർ സുന്നത്തിനെയും തൗഹീദിനെയും എല്ലാം കറക്റ്റായിട്ട് കൊണ്ടു നടക്കുന്ന ആളുകളായിരിക്കും. കെട്ടിച്ചമച്ച കാര്യങ്ങളെയും ബിദഅത്തിനെയൊക്കെ അവർ തള്ളി മാറ്റിയിട്ടുണ്ടായിരിക്കും, ഒഴിവാക്കിയിട്ടുണ്ടായിരിക്കും. ജനങ്ങളിൽ കൂടുതൽ പേരും അതിനെ ഇഷ്ടപ്പെടാത്തവരും ഒക്കെ ആണെങ്കിൽ പോലും. അപ്പോൾ അത് ശരിയായ രീതിയിൽ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും, ഒക്കെ കറക്റ്റായിട്ട് ആപ്റ്റ് നമ്മുടെ നാട്ടിലോട്ടുള്ള ആളുകൾക്ക് ആപ്റ്റാണത്. ഇനി അടുത്ത വിശേഷണം, വതറക്കൽ ഇൻതിസാബ് ഇലാ അഹദിൻ ഗൈരില്ലാഹി വറസൂലി ലാ ശൈഖ വലാ ത്വരീഖത വലാ മദ്ഹബ വലാ ത്വായിഫത ബലാ ഉലൈൽ ഖുറബാഉ മുൻതസിബൂന ഇലല്ലാഹി ബിൽ ഉബൂദിയതി ലഹു വഹദ വഇലാ റസൂലി ബിത്തിബാഇ ലിമാ ജാഅ ബി വഹദ വഹാഉലാഹിമുൽ ഖാബിദൂന അലൽ ജംറി ഹക്കൻ വഅക്സറുൻ നാസി ബൽ കുല്ലുഹും ലായിമുൻ ലഹും. വതറക്കൽ ഇൻതിസാബ് ഇലാ അഹദിൻ ഗൈരില്ലാഹി വറസൂലി, ഖുറബാക്കൾ, ഈ അപരിചിതർ, യഥാർത്ഥ സുന്നികൾ, യഥാർത്ഥ സലഫികൾ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മനഹജിലുള്ളവർ, ആ ഖുറബാക്കൾ, അവർ തറക്കുൽ ഇൻതിസാബില ആദ്യം കൈലില്ലായി റസൂലി, അവർ അള്ളാഹുവിനോടും റസൂലിനോടും അല്ലാതെ ഒരാളോടും അവർ സ്വയം ചേർത്തി പറയില്ല. അള്ളാഹുവിൻ്റെ കിതാബിനോടും റസൂലിൻ്റെ സുന്നത്തിനോടും അല്ലാതെ അവർ ഒന്നിനോടും അസോസിയേഷൻ അവർ ചേർത്തി പറയില്ല, അവരതിലോട്ട് കൂട്ടിപ്പറയില്ല. ലാ ഷൈഖ, ഒരു ഷൈഖിലോട്ടും, വലാ ത്വരീഖത, ഒരു ത്വരീഖത്തിലോട്ടും, വലാ മദ്ഹബ, ഒരു മദ്ഹബിലോട്ടും, വലാ ത്വായിഫ, ഒരു കക്ഷിയിലോട്ടും. അപ്പോൾ ഖുറബാക്കൾ ആരാണ്? അവരൊരു ഷെയ്ഖിലോട്ടോ, ഒരു ത്വരീഖത്തിലോട്ടോ, ഒരു മദ്ഹബിലോട്ടോ, ഒരു ത്വായിഫത്തിലോട്ടോ, ഒരു കക്ഷിയിലോട്ടോ ഒന്നും അവർ സ്വയം ചേർത്തി പറയില്ല. ഞങ്ങൾ അവരുടെ ആളുകളാണെന്നോ, ഞങ്ങൾ ആ ഷെയ്ഖിൻ്റെ ആളുകളാണെന്നോ, ഞങ്ങൾ ആ മദ്ഹബിൻ്റെ ആളുകളാണെന്നോ, ഞങ്ങൾ ആ ത്വരീഖത്തിൻ്റെ ആളുകളാണെന്നോ അവർ പറയില്ല. അവരെന്താ പറയുക?
ഞങ്ങൾ അള്ളാഹിൻ്റെ ആളുകളാണ്, അള്ളാഹുവിൻ്റെ കിതാബിൻ്റെ ആളുകളാണ്, റസൂലിൻ്റെ സുന്നത്തിൻ്റെ ആളുകളാണ്, അത്രേ പറയുള്ളൂ. അതാണ് ഖുറബാക്കൾ. അവർ അള്ളാഹുവിലോട്ട് റസൂലിലോട്ട് ചേർത്തി പറയുള്ളൂ, വേറൊന്നിലോട്ട് ചേർത്തി പറയില്ല. അങ്ങനെയാണോ നമ്മുടെ നാട്ടിലുള്ളത്? ഇവിടെ എത്ര സംഘങ്ങളാണ്, ഇവിടെ എത്ര സംഘടനകളാണ്. ഖുറബാക്കൾ തീരെ പറയാത്തൊരു സംഭവമാണിത്. ഇന്ന സംഘടനയിലോട്ടോ ഇന്ന സംഘത്തിലോട്ടോ ഇന്ന ഷേഖിലോട്ടോ ഒക്കെ ചേർത്തി പറയുക. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കൂട്ടരോ അതല്ലെങ്കിൽ ഒരാളോ അഹ്ലുസുന്നയുടേതല്ലാത്തൊരു മനഹജ് പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് കണ്ടാൽ അവനെ അത് വെച്ച് താക്കീത് ചെയ്താൽ അവനെ സ്വീകരിക്കൂല. അവൻ്റെ ഷെയ്ഖ് പറയണം, അവൻ്റെ ത്വരീഖത്തിൻ്റെ ആളുകൾ പറയണം, അവൻ്റെ സംഘടനയോ അവൻ്റെ സംഘമോ പറയണം. കേരളത്തിൽ സംഘടനയുമുണ്ട് സംഘവുമുണ്ട്. സംഘടന ഇല്ലാത്തവർ സംഘടന കുറ്റം പറഞ്ഞ കുറേ ആൾക്കാർ സംഘടന ഇറങ്ങിപ്പോയി. ഒരു സംഘം ഉണ്ടാക്കി, അവരൊരു സംഘം ഉണ്ടാക്കി, എന്നിട്ട് അവർ സംഘടന കുറ്റം പറയും. സംഘടന ഉള്ളവർ സംഘടന ഇല്ലാത്തവനെ കുറ്റം പറയും, സംഘടന ഇല്ലാത്തവൻ സംഘടന ഉള്ളവനെ കുറ്റം പറയും. രണ്ടും സംഘമാണ്. സംഘടനയിൽ നിന്ന് പ്രശ്നമാണെന്ന് പറഞ്ഞ കുറേ ആൾക്കാർ ഇറങ്ങിപ്പോയി. അതുപോലൊരു സംഘമായി എന്നിട്ട് ഒരു സംഘടന കുറ്റം പറയും. അപ്പോൾ ഈ സംഘടനയിലുള്ളവർ സംഘടനയിൽ നിന്ന് ഇറങ്ങിപ്പോയ സംഘത്തിനെ കുറ്റം പറയും. രണ്ടും സംഘടന ത്വായിഫ കക്ഷികളാണ്, രണ്ടും കക്ഷി, എല്ലാം കക്ഷിത്വം ഇല്ല സഹോദരങ്ങളെ ഇസ്ലാമിലെ. ആ കക്ഷിത്വം ഇല്ല എന്ന് എപ്പോഴാണ് മനസ്സിലാവുക? ഒരാൾ എതിര് സംസാരിക്കുമ്പോൾ. അതായത് സംഘടനയിലുള്ളവനോ സംഘത്തിലുള്ളവനോ കൂട്ടത്തിലുള്ളവനോ ഒരു ദൊലാലത്ത് പറയുമ്പോൾ ആരെങ്കിലും ഒരാൾ അത് ദൊലാലത്താണ്, അത് തിരുത്തണം, അത് അള്ളാഹിൻ്റെ കിതാബിനെതിരാണ്, അള്ളാഹുവിൻ്റെ വചനങ്ങൾക്കെതിരാണ്, റസൂലിൻ്റെ സുന്നത്തിനെതിരാണ് എന്ന് താക്കീത് കൊടുക്കുമ്പോൾ അത് സ്വീകരിക്കാതെ സ്വന്തം സംഘം, സ്വന്തം സംഘടന, സ്വന്തം ഷെയ്ഖ്, സ്വന്തം പണ്ഡിതൻ, ഞങ്ങളെ പണ്ഡിതൻ പറയുന്നത് മാത്രം, ഞങ്ങളെ ഉസ്താദിനോട് ചോദിക്കട്ടെ, ഇതന്നെ കക്ഷിത്വം. ഇതൊന്നും ഖുറബാക്കൾക്കുള്ള വിശേഷങ്ങളിൽപ്പെട്ടതല്ല. ഖുറബാക്കൾ ഇത്തരത്തിലോട്ട് സ്വയം ചേർത്തി പറയുന്ന ആളുകളല്ല. അവർക്ക് അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് ഒരു ആയത്ത് വന്നാൽ അത് മതി. സമഅന വ അതന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ അനുസരിച്ചു. ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കും ബൈനഹും യഖൂലു. എന്താണ് മുഅ്മിനീങ്ങളെ അവർ അള്ളാഹുവിലോട്ടും റസൂലിലോട്ടും അവരെ ക്ഷണിച്ചാൽ, അവരുടെ വിധി കൽപ്പിക്കുന്നതിന് വേണ്ടി അവരെ ക്ഷണിച്ചാൽ അവരെന്താ പറയുക? സമഅന വ അതന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾക്ക് അനുസരിച്ചു എന്ന് പറയും. അവരാണ് ഫൗലായിക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാണ് വിജയിച്ചവർ. അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ ഈ വിഷയമൊക്കെ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ബോധ്യമാവുന്ന കാര്യമാണിത്. നമ്മളിവരോട് ഈ കാര്യം പറഞ്ഞു കൊടുത്താൽ അവർ നേരെ ഷെയ്ഖിലോട്ട് പോയി ഷെയ്ഖിൻ്റെ പേരങ്ങ് എടുത്തിടുക, ഷെയ്ഖിൻ്റെ പേരെടുത്തിടുക. സൗദിയിലെയും യമനിലെയും ഷെയ്ഖിൻ്റെ പേരെടുത്തിട്ട് ഷെയ്ഖ് അങ്ങനെ പറഞ്ഞു, ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞു. ആരെ ഷെയ്ഖ്? ഏത് ഷെയ്ഖ്? ഇസ്ലാമിൽ അങ്ങനെ ഷെയ്ഖ് പറഞ്ഞു പ്രമാണമൊന്നുമില്ല. അത് ഖുറബാക്കൾ പ്രമാണമായിട്ട് എടുക്കൂല. ഖുറബാക്കൾ എന്ന് പറഞ്ഞാൽ അവരെ അള്ളാഹുവിലോട്ട് റസൂലിലോട്ട് ചേർത്തി പറയാം. നിങ്ങൾക്ക് അള്ളാഹ് റസൂലും പറഞ്ഞത് മനസ്സിലാക്കാനുള്ള കഴിവില്ലാതെ നിങ്ങൾ അള്ളാഹിനോട് തേടുക, അള്ളാഹുവിനോട് തേടുക. അള്ളാഹുവേ ഫിഖ് നൽകണേ, എനിക്ക് ദീനിൽ അറിവ് നൽകണമേ എന്ന് അള്ളാഹുവിനോട് തേടുക. അല്ലാതെ നമ്മളെന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോൾ നിങ്ങളിലുള്ള തെറ്റ് ചൂണ്ടിക്കാണിക്കുമ്പോൾ നിങ്ങളെ ഷെയ്ഖ് പറഞ്ഞാൽ സ്വീകരിക്കുള്ളൂ, നമ്മൾ പറഞ്ഞാൽ സ്വീകരിക്കൂല. അള്ളാഹുവിൻ്റെ കിതാബ് ഓതിക്കൊണ്ട് ഒരാൾ തഹ്സീർ നൽകിയാൽ, താക്കീത് നൽകിയാൽ അത് സ്വീകരിക്കൂല. അത് ഞങ്ങളെ ഷെയ്ഖ് പറയണം, സൗദിയിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഷെയ്ഖ് പറയണം, യമനിൽ നിന്ന് ഞങ്ങളെ പഠിപ്പിച്ച ഷെയ്ഖ് പറയണം, അതല്ലെങ്കിൽ നാട്ടിലെ ഞങ്ങളെ പണ്ഡിതൻ പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അതൊന്നും ഖുറബാക്കളുടെ രീതിയല്ല സഹോദരങ്ങളെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ സലഫികളാണെന്ന് പറയുന്ന ആളുകളുടെ ഇടയിലുള്ള സംഭവങ്ങളാണ്. ഖുറാഫികൾ എന്നോ വഴിപിഴച്ച് മുശ്രിക്കീങ്ങൾ കാഫിരീങ്ങളായി തെറിച്ചു പോയ കാര്യമാണിത്. സ്വന്തം നേതാക്കളെയും പുരോഹിതന്മാരെയും പണ്ഡിതന്മാരെയും അവർ ഇത്തഖദു അഹ്ബാറ വ റുഹ്ബാനം അർബാബൻ മിൻ ദൂനില്ലാഹി വൽ മസീഹ ഇബ്ന മറിയം വമാ ഉമിറു ഇല്ലാ ലിയഅബുദു ഇലാഹൻ വാഹിദ ലാ ഇലാഹ ഇല്ലാ ഹു സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ. അവർ അവരുടെ പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയൊക്കെ അർബാബുകളായി സ്വീകരിച്ചു. വൽ മസീഹ ഇബ്ന മറിയം ഈസാ നബി അലൈഹി സ്വലാമിനെയും വമാ ഉമിറു ഇല്ലാ ലിയഅബുദു ഇലാഹൻ വാഹിദ, എന്നാൽ അവർ കൽപ്പിക്കപ്പെട്ടിരുന്ന ഏക ഇലാഹിനെ ആരാധിക്കാൻ മാത്രമായിരുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധനക്കർഹനായ ആരുമില്ല. സുബ്ഹാനഹു അമ്മാ യുശ്രികൂൻ, അവർ പങ്കു ചേർക്കുന്നതിന് തൊട്ട് അവൻ എത്രയോ പരിശുദ്ധരാണ്. അള്ളാഹു പറഞ്ഞതാണ്. പണ്ഡിതന്മാരെയും പുരോഹിതന്മാരെയും പിൻപറ്റിയ ആളുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞതാണിത്.
അപ്പോൾ ഗുറബാക്കൾ അള്ളാഹുലോട്ടും റസൂലിലോട്ടോ ചേർത്തി പറയുള്ളൂ. ഷെയ്ഖിലോട്ടോ കക്ഷിയിലോട്ടോ സംഘടനയിലോട്ടോ സംഘത്തിലോട്ടോ ഒന്നും പറയില്ല. ഞാൻ ഇന്ന സംഘത്തിൻ്റെ ആളാണ്, ഞാൻ ആ സംഘത്തിൻ്റെ ആളാണ്, ഞാൻ ഇന്ന സംഘടനയുടെ ആളാണ്, ഒന്നും പറയില്ല. അതൊന്നും ഗുറബാക്കളുടെ ശൈലിയല്ല. അങ്ങനെ ഒന്നിലോട്ട് ചേർത്തി പറയുക ഒരു മുസ്ലിമിന് സാധ്യവുമല്ല. അത് തന്നെ ബിദ്അത്തും അഹ്ലുസുന്നയുടെ മനഹജല്ലാത്ത കാര്യവുമാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് എഴുതിയത് വായിക്കണേ. ഇമാം ഇബ്നു ഖയ്യിം റഹിമഹുള്ള എഴുതിയത് വായിക്കണം. കൂട്ടായ്മകൾ ദഅവത്തിന് വേണ്ടിയും ഒക്കെ ആവാം, പക്ഷേ വിഷയങ്ങൾ വരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ കിതാബിലോട്ടും സുന്നത്തിലോട്ടുമാണ് മടക്കേണ്ടത്. അപ്പോൾ അള്ളാഹിൻ്റെ ആളാവണം, അള്ളാഹിൻ്റെ കിതാബിൻ്റെ ആളാവണം, റസൂലിൻ്റെ ആളാവണം, റസൂലിൻ്റെ സുന്നത്തിൻ്റെ ആളാവണം. അല്ലാതെ പണ്ഡിതൻ്റെ ആളാവാൻ പറ്റൂല, ഷെയ്ഖിൻ്റെ ആളാവാൻ പറ്റൂല, സംഘടനയുടെ ആളാവാൻ പറ്റൂല, സംഘത്തിൻ്റെ ആളാവാൻ പറ്റൂല. നിങ്ങൾക്ക് വേറെ ധാരാളം ബന്ധങ്ങൾ ഉണ്ടാവാം, ധാരാളം കമ്മിറ്റ്മെൻ്റ് ഉണ്ടായിരിക്കാം, സംഘടനയിൽ വേണ്ടപ്പെട്ടവരുണ്ടായിരിക്കാം, സംഘത്തിൽ വേണ്ടപ്പെട്ടവരുണ്ടായിരിക്കാം. അതൊന്നും അവിടെ ബാധകമല്ല. ഗുറബാക്കൾക്ക് അള്ളി റസൂലേ ഉള്ളൂ. ലാ ഷൈഖ വലാ ത്വരീഖ വലാ മദ്ഹബ വലാ ത്വൈഫ. ഒരു മദ്ഹബിൻ്റെ ആളാവൂല. അപ്പോൾ ഗുറബാക്കൾ മദ്ഹബിൻ്റെ ആളുകളല്ല, ഒരു മദ്ഹബിലോട്ട് അവർ ചേർത്തി പറയില്ല. എല്ലാ മദ്ഹബിനോടും ആ നിലപാടായിരിക്കും. മദ്ഹബിനെ ആക്ഷേപിക്കുന്നവരെന്നല്ല, എന്നാൽ ഒരു മദ്ഹബിനോട് ചേർത്തി പറഞ്ഞുകൊണ്ട് ആ മദ്ഹബിന് വേണ്ടി വാദിക്കുക, അതിനെ തക്ലീദ് ചെയ്യുക, അങ്ങനെ സംഭവമൊന്നും ഗുറബാക്കളുടെ ഉണ്ടാവില്ല. ഒരു ത്വായിഫത്തിലോട്ട്, ഒരു കക്ഷിയിലോട്ട്. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇമാം ഇബ്നുൽ ഖയ്യിം പറഞ്ഞതാ റഹിമഹുല്ല. വലഹാഉലാൽ ഖുറബാഇ മുൻതസിബൂന ഇലല്ലാഹി ബിൽ ഉബൂദിയത്തി ലഹു വഹദ. ഈ ഖുറബാക്കൾ അവർ അല്ലാഹുവിലോട്ട്, അവനെ ഏകനായിക്കൊണ്ട് ആരാധിക്കുന്നതിലോട്ട് അവർ ചേർത്തി പറയുന്നു. വൈലാ റസൂലി ബിത്തിബാഇ ലിമാ ജാ ബിഹി വഹദ. റസൂൽ കൊണ്ടുവന്നതിലോട്ട് ചേർത്തി പറയുന്നു. ഇതൊക്കെയാണ് ഖുറബാക്കളുടെ വിശേഷണങ്ങൾ. വഹാഉലായി ഉമുൽ ഖാബിലൂന അലൽ ജംറി ഹക്കൻ. ഇവരാണ് യഥാർത്ഥത്തിൽ ഈ കൽക്കരി കത്തുന്ന കൽക്കരി കൈ പിടിച്ചു നിൽക്കുന്നവർ. വക്സർ ഉന്നാസി ബൽകുല്ലുഹും ലായിമുല്ലഹും. ജനങ്ങളിൽ കൂടുതൽ പേരും അതല്ലെങ്കിൽ മൊത്തം അവരെ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ പോലും സുബ്ഹാനല്ലാഹ് അവരാണ് ഖുറബാക്കൾ സഹോദരങ്ങളെ. ജനങ്ങളിൽ മുഴുവൻ പേരും അവരെ കുറ്റപ്പെടുത്തുന്നവരാണെങ്കിൽ പോലും, ഇനി ജനങ്ങളിൽ കൂടുതൽ പേരും അതല്ലെങ്കിൽ മുഴുവൻ പേരും ഈ ഖുറബാക്കളെ കുറ്റപ്പെടുത്തുന്നുണ്ട് എങ്കിൽ പോലും അള്ളാഹുവിനും റസൂലിനോട്ടും ചേർത്തി പറയുന്ന കിതാബ് അനുസരിച്ചും സുന്നത്തനുസരിച്ചും ഒരു ഷെയ്ഖോ, ഒരു ത്വരീഖത്തോ, ഒരു സംഘമോ, ഒരു സംഘടനയോ, ഒരു മദ്ഹബിലോട്ടോ ചേർത്തി പറയാതെ കിതാബിലോട്ടും സുന്നത്തിലോട്ടും അള്ളാഹുവിനും റസൂലിലോട്ടും മാത്രം ചേർത്തി പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് തെളിവുദ്ധരിച്ചുകൊണ്ട് നിലനിൽക്കുന്നവരാണ് ഖുറബാക്കൾ. ഇനി ജനങ്ങൾ മൊത്തം അവരെ കുറ്റം പറയുന്നവരാണെങ്കിൽ പോലും അവരാണ് ഖുറബാക്കൾ, അവരാണ് യഥാർത്ഥത്തിൽ ആ കത്തുന്ന കൈ പിടിച്ചു നിൽക്കുന്നവർ എന്ന് ഇമാം ഇബ്നുൽ ഖയ്യിം പറയുകയാണ്. ഇത് മനസ്സിലാക്കുക സഹോദരങ്ങളെ. എല്ലാ കാലത്തും ജനങ്ങളെ അള്ളാഹുവിൻ്റെ കിതാബിൽ നിന്ന് വഴിതെറ്റിച്ചിട്ടുള്ളത് ഇത്തരം കക്ഷിത്വങ്ങളും ഇത്തരം സംഘങ്ങളും അവരിലൂടെ വരുന്ന ദലാലത്ത് വാദങ്ങൾ നമ്മൾ കിതാബിനും സുന്നത്തിനും അതീതമായി അതിന് ചെവി കൊടുത്തുകൊണ്ട് അത് സ്വീകരിക്കുന്നത് കാരണമാണ്. വളരെ വളരെയധികം ശ്രദ്ധിക്കണം. ഒരാൾ കൂട്ടത്തിലുള്ളവനോ പുറത്തുള്ളവനോ എന്തെങ്കിലുമായ ഒരു വ്യാജവാദം കൊണ്ടുവന്നത് നിങ്ങളുടെ ഹൃദയത്തിൽ കയറ്റുന്നതിനെ തൊട്ട് നിങ്ങൾ വളരെ ജാഗരൂകരാവണം. അള്ളാഹുൽ ആ വിഷയത്തെ തൊട്ട് നിങ്ങൾ അള്ളാഹുവിനോട് രക്ഷ ചോദിക്കണം. അത്തരം കാലഘട്ടമാണ്. ഫിത്ന പരക്കുന്ന ആളുകൾ ധാരാളം ഉള്ളൊരു നാടാണ് നമ്മുടെ നാട്. അപ്പോൾ ഈ വിഷയങ്ങൾ വളരെയധികം ശ്രദ്ധയോടുകൂടി നാം മനസ്സിലാക്കിയേ പറ്റൂ. ഖുറബാക്കളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ത്വായിഫത്തിനോടും കക്ഷിയോടും കക്ഷിത്വത്തിനോടും സംഘടനയോടും സംഘത്തിനോടും ഒരു രീതിയിലുള്ള ഒന്നിനോടും ചായ്വ് കാണിക്കാതെ അള്ളാഹുവിൻ്റെ കിതാബിനോടും റസൂലിൻ്റെ സുന്നത്തിനോടും മാത്രം ചായ്വ് കാണിച്ചു കൊണ്ട് നടക്കുന്ന ആ രീതിയിലുള്ള അഹ്ലുസുന്ന യഥാർത്ഥ ഖുറബാക്കളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ. ഹാദാ വല്ലാഹു അലം വസല്ലല്ലാഹു വസല്ലം വബാരിക അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.